بسم الله الرحمن الرحيم. إلى حضرة شيخنا وغوثنا وسندنا وملاذنا الشيخ محمد بن الشيخ محمد القادري الجشتي الجيلي جاديري قدس الله سره العزيز ورضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും സ്വീകരിക്കുമാറാവട്ടെ. ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുപ്പാപ്പാന്റെ മുരീദന്മാരുടെ കൂട്ടത്തിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ ശൈഖ് ജാദിയരി തങ്ങളുപ്പാപ്പാന്റെ ഖദമിലായി ദിക്റിന്റെ വഴിയിലായി കലിമത്ത് തൗഹീദിന്റെ പാതയിലായി അടിയുറച്ച് എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കാൻ എന്നെന്നും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഹിമ്മത്തോടെ നമുക്ക് കരുത്തും തൻ്റെ ഇടവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യാ റബ്ബൽ ആലമീൻ. മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വഴി പ്രാപിക്കുകയാണ് ദീനിന്റെ വഴി എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. മുറബ്ബിയായ ഷെയ്ഖിനെ കണ്ടുമുട്ടുകയും ആ മുറബ്ബിയായ ഷെയ്ഖിലൂടെയുള്ള സഞ്ചാരം പിന്നീട് അങ്ങോട്ട് നടത്തുന്നതാണ് യഥാർത്ഥത്തിലുള്ള ദീനിന്റെ ജീവിത വഴി എന്നുള്ളത് മനസ്സിലാക്കാൻ പല സംഭവങ്ങളും പലപ്പോഴായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരെ പിടിക്കുകയും അവരുടെ വഴി സ്വീകരിക്കുകയും ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വളരെയേറെ ദുഷ്കരമായിരിക്കും. ആഖിറത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളെയും സരളമാക്കി തരാൻ, എളുപ്പമാക്കി തരാൻ കഴിവുള്ളവരാണ് മഹാന്മാര് എന്ന് പറയുന്നത്. പ്രത്യക്ഷത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉള്ളിൽ അങ്ങനെയാണ് അവര് കൈകാര്യം ചെയ്യുന്നത്. വിശുദ്ധമായ മുഹീദ്ദീൻ മാലയിലുള്ള വരികളിലൂടെ തന്നെ നമ്മൾ കടന്നുപോയാൽ ഒരു ഗുരുമുറബ്ബി എങ്ങനെയായിരിക്കും അവരുടെ മുരീദന്മാരെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് അതിലുള്ള വരികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ്. അതിലൊരു ഉദാഹരണമാണ്, അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കൂകിൽ അതിനാൽ വലിയ നിലനെ കൊടുത്തോവർ. ഒരൊറ്റ ഉദാഹരണമാണ്. മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നതെങ്കിലും ആ വഴിയിൽ വന്ന എല്ലാ മശായിഖന്മാരും മുറബ്ബിയായ കാമിലായ മശായിഖാണോ ആ മശായിഖിന് ഈ വസ്ഫുണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ശൈഖ് തങ്ങളിലേക്ക് നമ്മൾ ഈ വസ്ഫിനെ അവിടെ ചാർത്തി കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കുകിൽ അതിനാൽ വലിയ നിലനെ കൊടുത്തോവർ. അത്ര വളരെ സരളമായി അവര് കൈകാര്യം ചെയ്യും. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അത്യുന്നതമായ പദവികളും അറിവുകളും ഇൽമുകളും ഒക്കെ കൊടുക്കാനുള്ള ശേഷിയും കഴിവും
ഉള്ളവരാണ് മഹാന്മാര് എന്ന് പറയുന്നത്. അങ്ങനെ നിരവധി വരികൾ നമ്മൾക്ക് കാണാം. അവർ കൈപിടിച്ചതിൽ ഒപ്പം പേരപ്പോളെ ആകാശവും മറ്റും പലതെല്ലാം കണ്ടോവർ. അവരുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത് ത്വരീഖത്തിന്റെ വഴിയിലേക്ക് കാലെടുത്ത് വെച്ച ആദ്യത്തെ കാൽവെപ്പിൽ തന്നെ അവർ കൈ പിടിച്ചതിൽ, അവരുടെ കൈ പിടിച്ച ആളുകളിൽ തൊപ്പം പേർ എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ, അപ്പോഴേ അതേ ഓൺ ദ സ്പോട്ടില് ആകാശവും മറ്റും പലതെല്ലാം കണ്ടോവർ. ആകാശവും മറ്റും പലതെല്ലാം കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അകക്കണ്ണ് തുറക്കപ്പെട്ടു. കൽവിന്റെ മറ നീക്കാൻ ഒരൊറ്റ സെക്കൻഡിൽ മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാക്ക് ആ കഴിവുണ്ട്. അതേ കഴിവ് ആ വഴിയിൽ വരുന്ന എല്ലാ മുറബിയായ കാമിലാണോ ആ കാമിലായ മുറബിയായ ഷെയ്ഖിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ടാണ് നമ്മൾ മാല ഓതുന്നത്. മാല ഓതുമ്പോൾ നമ്മളെ ഷെയ്ഖിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ അറിവിലേക്കാണ് നമ്മൾ ചേക്കേറേണ്ടത്. നമ്മളുടെ ഷെയ്ഖിന് ഈ വസ്ഫിലേക്ക് എത്തിച്ചേർന്ന ആ വസ്ഫ് നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ള അന്വേഷണവും ജീവിത സപര്യയുമാണ് നമ്മൾ നടത്തേണ്ടത്. അപ്പൊ നോക്കൂ, ഒരു കൈ പിടിച്ചപ്പോഴേക്ക് ആകാശവും മറ്റും പലതെല്ലാം കണ്ട് അത്യുന്നതമായ പദവി പ്രാപിച്ചു. അവരൊന്ന് നന്നായി ഒരു നോക്കുകിൽ വലിയ നിലകളും മർത്തബകളും നൽകി. ഒരു മശായിഖിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അപ്പോൾ കുലം പുക്കെ പുതിയ ഇസ്ലാമിനെ അബ്ദാലന്മാരാക്കി കൽപ്പിച്ചു വച്ചോവർ. മുസ്ലിമായി കടന്നു വന്ന് ഓൺ ദ സ്പോട്ടില് ത്വരീഖത്ത് സ്വീകരിച്ച് വഴി പ്രാപിച്ച മനുഷ്യനെ അബ്ദാലിന്റെ പദവിയിലേക്ക് ഉയർത്തി കൊടുത്തു. അങ്ങനെ നോക്കൂ, മശായിഖന്മാരൊപ്പം കൂടുന്ന ആളുകൾക്ക് കിട്ടുന്ന, അവരെ ആസ്വദിച്ച് അവരുടെ വഴി ചിന്തിച്ച് അതിൻ്റെ ജീവിതചര്യയാണെന്ന് വിശ്വസിച്ച മനുഷ്യന് അവന്റെ ജീവിതം എത്ര കണ്ട് സഫലമായിരിക്കും എന്നറിയിക്കുന്നതിന് മുഹ്യിദ്ദീൻ മാലയുടെ, വിശുദ്ധമായ മുഹ്യിദ്ദീൻ മാലയുടെ വരികൾ തന്നെ മതി. നമ്മൾക്ക് എല്ലാവർക്കും അറിയണ വരിയ എന്ത്? വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്ക്കൂടാതുത്തിരം ചെയ്യും ഞാനെന്നോവർ. എന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് വിളിച്ചു കഴിഞ്ഞാൽ വാചകത്തിൻ്റെയോ വാമൊഴിയുടെയോ ആവശ്യമില്ലാതെ വായി പൂടുന്നതിന് മുമ്പ് വിളിച്ച സ്പോട്ടില് ഉത്തരം കിട്ടും എന്ന് പറയുന്നു. ഇത് നമുക്കറിയുന്നതാണ്. അതുപോലെ എന്നോട് തേടുവീൻ വേണ്ടുന്നതെപ്പോഴും എന്നാരെ തേടിയതെല്ലാം കൊടുത്തോവർ. ആ വരികള് എന്നോട് തേടുവീൻ. എന്നോട് എന്ന് പറഞ്ഞാല് മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞാല് ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാനെ മാത്രം നമ്മൾ കരുതിയാൽ പോരാ, നമ്മളെ ഷെയ്ഖ് തങ്ങളെയും കരുതി കഴിഞ്ഞാൽ എന്നോട് തേടുവീൻ വേണ്ടുന്നതെപ്പോഴും എന്നാരെ തേടിയതെല്ലാം കൊടുത്തോവർ. എന്നോട് തേടുവീൻ വേണ്ടുന്നത് എപ്പോഴും. അതിന് വിശദീകരിക്കേണ്ട ആവശ്യമല്ല. അപ്പൊ നമ്മൾ തേടുന്നത്, വിളിക്കുന്നത് നമ്മളെ ഷെയ്ഖിനെയാണ്. നമ്മളുടെ ആത്മാവ്, റൂഹ് അത്രമേൽ കണക്റ്റാക്കപ്പെട്ടിട്ടുള്ള മഹാനവറുകളാണ് നമ്മളുടെ ഷെയ്ഖ് തങ്ങള്. നമ്മളുടെ റൂഹ്, നമ്മളുടെ ചിന്തകള്, നമ്മളുടെ ജീവിതവും നമ്മളുടെ ശ്വാസവും സകലതും കണക്ട് ചെയ്യപ്പെട്ട് നിൽക്കുകയാണ്. നമ്മൾ ഒരു വിളി വിളിക്കുമ്പോഴേക്ക്
അവിടെ അറിയുകയും അതിൻ്റെ പ്രതിഫലനമായി അതിൻ്റെ ഉത്തരം വരികയും ചെയ്യുന്ന വിധത്തിലേക്ക് നമ്മളുടെ ബന്ധങ്ങളെ മാറ്റിയെടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അങ്ങനെ ഓരോ കാര്യങ്ങളും മഹാന്മാരെ, എന്നിട്ട് ഒന്ന് എന്നെ വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതെ ഉത്തരം കിട്ടുന്ന പറഞ്ഞത്. പിന്നെ പറഞ്ഞു, എന്നോട് തേടുവീൻ വേണ്ടുന്നത് എപ്പോഴും, എന്നാരെ തേടിയതെല്ലാം കൊടുത്തോവർ പറഞ്ഞു. എന്തും ചോദിച്ചോ, യാതാലൊരിക്കലും അള്ളാട് തേടുകിൽ, എന്നെ കൊണ്ട് അള്ളാട് തേടുവീൻ എന്നോവർ. ഇനി എനിക്ക് അള്ളാനോടാ ചോദിക്കേണ്ടത്, അപ്പൊ എന്നെ പിടിച്ചിട്ട് ചോദിച്ചോ എന്നാ പറഞ്ഞത്. അപ്പൊ ചോദ്യം മുഴുവനും പോണത് ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം പറയണത്. അല്ലാതെ വഴി പ്രാപിക്കാത്ത ഒരാൾക്ക് ഇതിന്റെ പൊരുളുകൾ മനസ്സിലാവൂല. ഒരു ഗുരുമുറബിയായ ഷെയ്ഖിന്റെ ജീവിതവും ആ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മുരീദും ആ മുരീദിന്റെ ശ്വാസവും ആത്മാവും ബന്ധപ്പെട്ട് ജീവിച്ച് അവൻ പരിചയിച്ച് അനുഭവിച്ചു രുചിച്ച് നിൽക്കുമ്പോഴാണ് ഇതൊക്കെ അവന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നല്ല പറയണത്. അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് നമ്മളുടെ ഷെയ്ഖിനെ നമ്മൾക്ക് നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം. അത് മുഹീദ്ദീൻ മാലയുടെ വരികൾ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ഗുരുമുറബിയായ ഷെയ്ഖിനെ തന്നെയാണ് ഓർക്കേണ്ടത്. അങ്ങനെ എത്ര എത്ര നിരവധി വരികൾ. ആ വരികളൊക്കെ ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന് അവന് ആവശ്യമായ സകല കാര്യങ്ങളും അതിൽ വിശദീകരിച്ചു പോയിട്ടുണ്ട്. അവനക്ക് കിട്ടേണ്ടതായ കാര്യങ്ങൾ, അവൻ ഷെയ്ഖിന് ചെയ്തു കൊടുക്കേണ്ടതായ കാര്യങ്ങൾ, അവൻ പാലിക്കേണ്ട അദബിനെ കുറിച്ച് ഒക്കെ മുഹീദ്ദീൻ മാലയിൽ വിശദീകരിച്ചതുപോലെ വേറൊരു ഭാഗത്തും നമുക്ക് വിശദീകരിച്ച് കിട്ടൂല. ഷെയ്ഖിനെ കുറിച്ചിട്ട് നല്ല വിചാരം വെച്ച് പുലർത്തണം. നൽനിനവ് എന്നെയോ രുത്തർ നിനച്ചെങ്കിൽ നായൻ അദാബിനെ നെയ്താക്കുമെന്നോവർ. നമ്മളെപ്പോഴും പറയുന്ന ഒരു വരിയാണ്, എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വരിയാണ്. നിനവ്, നല്ല ഒരു ചിന്ത. എന്നെ ഒരുത്തർ നനച്ചെങ്കിൽ, എന്നെ കുറിച്ച് ഒരാൾ വിചാരിച്ചെങ്കിൽ ഓന്റെ ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നുള്ള ഒരു ഗുരുമുറബിയായ ഷെയ്ഖ് പറഞ്ഞ വാക്കിനെ കളവാക്കി കഴിഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രയായിരിക്കും? അതും മുഹീദ്ദീൻ മാലയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവരെ ഒരുത്തൻ പോയി മസ്ഖറ കണ്ടാരെ അപ്പോളെ നാടെല്ലാം തീയാൽ നിറച്ചോവർ. മസ്ഖറ കണ്ടു പറഞ്ഞാല് അവരെ കളിയാക്കിയെന്ന. അവരെ ഒരുത്തൻ പോയി മസ്ഖറ കണ്ടാരെ അപ്പോളെ നാടെല്ലാം തീയാൽ നിറച്ചോവർ. അപ്പോ അത്ര ഗൗരവമുള്ളതാണ്. ഒരു ഷെയ്ഖിന്റെ ഹദ്റത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റൂല എന്നുള്ളത് ഒരു സത്യമാണ്. ഓരോ ചിന്തകളും ഓരോ മിടിപ്പുകളും ആ വിശകലനം ചെയ്യപ്പെടുന്ന ഒരു ഹദ്റത്താണ്. ആ ഹദ്റത്തിൽ നമ്മൾ അതിസൂക്ഷ്മമായ ശ്രദ്ധയോടെ നിൽക്കുക എന്ന് പറയുന്നത്, ഒരു പരിഹാസം എന്ന് പറയുന്നത് നമ്മളെ നാവ് കൊണ്ട് വരുന്ന പരിഹാസമല്ല, നമ്മളുടെ ഹൃദയത്തിൽ വന്ന് ഉദിച്ച് പൊന്തുന്ന ചിന്തകൾ പോലും വിശകലനം ചെയ്യപ്പെടുന്ന, കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു ലോകാണത്. ഒരു കിബറിന്റെ അണുമണി വരുമ്പോ, ഉജുബിന്റെ അങ്ങനെ ഒരു ചിന്ത വരുമ്പോ അതൊക്കെ അവിടെ മനസ്സിലാക്കപ്പെടുന്ന ഒരു ഹദറത്തായിരിക്കും ഗൗസ്, ഒരു മുറബിയായ ഷെയ്ഖിന്റെ ഹദറത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഹദറത്ത് നമ്മൾക്ക് കിട്ടുക എന്ന് പറയുന്നത്, അങ്ങനെ മുഹീദ്ദീൻ മാലയിലുള്ള ഓരോ വരികൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മളെ ഷെയ്ഖുമായിട്ടുള്ള ജീവിതത്തിൽ പാലിക്കേണ്ടതും, നമ്മക്ക് ഷെയ്ഖ് മുറബി നമ്മക്ക് ചെയ്തു തരുന്നതായ കാര്യങ്ങൾ മരണം വരെയും മരണത്തിന് ശേഷവും നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളൊന്നും സകലതും വിശദീകരിച്ചിട്ടുണ്ട്. മുഹീദ്ദീൻ മാല ഒരാൾ നെഞ്ചിലേറ്റിയാൽ തന്നെ അവന്റെ ഷെയ്ഖിനെ അരിച്ചു കുടിച്ച പോലെ
അവന് കിട്ടും. അത് എപ്പോഴും തലയിൽ ഫിക്റാക്കിയിട്ട് ചിന്തയാക്കി തൻ്റെ ഗുരുവിനെ ആലോചിക്കണം. അതൊരു ചരിത്രം പരാമർശിക്കപ്പെടുന്ന ഒരു കാവ്യമായിട്ട് മാത്രം കണ്ടു കഴിഞ്ഞാൽ അതിന് അത്രേ വില ഉണ്ടാകുള്ളൂ. നേരെ മറിച്ച് നമ്മളുടെ മുമ്പിൽ ജീവിക്കുന്ന യാഥാർത്ഥ്യമായ നമ്മളുടെ ഗുരുവിൻ്റെ വിവരണങ്ങളാണ് ഇത് എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി മുരീദിനുണ്ടെങ്കിൽ ആ ഓരോ വരികളും തൻ്റെ ഗുരുവിൽ കണ്ടെത്താൻ കഴിയുമ്പോഴേ ആ മുഹീദ്ദീൻ മാല, ആ മുരീദ് വായിക്കുമ്പോൾ അത് അർത്ഥപൂർണമാവുകയുള്ളൂ. എൻ്റെ മുരീദുകൾ എൻ കൂടെ കൂടാതെ എൻ്റെ കാലെന്നും പോരിക്കേനാതെന്നോവർ. ആ പറഞ്ഞ വാക്ക് എത്ര ഗൗരവമുള്ള വാക്കാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഷെയ്ഖ് തൻ്റെ മുരീദിന് കൊടുക്കുന്ന വാക്കാണ് ആ പറഞ്ഞത്. ഗൗസുല്ലാദം തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞ വാക്കാണത്. എൻ്റെ കൂടെ ആഖിറത്തില് വിജയത്തിന്റെ വഴിയിലേക്ക് എൻ്റെ മുരീദിനെ എൻ്റെ കൂടെ കണ്ടിട്ടില്ല എങ്കിൽ എൻ്റെ കാല് ഞാൻ മുന്നോട്ടേക്ക് വെക്കൂല. എൻ്റെ കൂടെ കൂടിയില്ലെങ്കിൽ ഒരു കാല് ഞാൻ മുന്നോട്ട് വെക്കൂല എന്ന് പറയണ അത്രക്കും സ്നേഹത്തിന്റെ സമുദ്രമാണ് നമ്മളുടെ ഷെയ്ഖ്. അങ്ങനെ ഓരോ വരികളും. ഇനി നമ്മൾ ഏറ്റവും ആശങ്കപ്പെടുന്നത് നമുക്കൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടാകും. അതിനും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. കാരുണ്യത്തിന്റെ ഒരു വചനമാണത്, പ്രതീക്ഷയുടെ ഒരു വചനമാണത്. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. എത്ര സുന്ദരമായ വരിയാണ്. എപ്പോഴും ആലോചിച്ചാല് നമുക്ക് മതിമറന്ന് സന്തോഷിക്കാവുന്ന, കാരണം നമ്മളൊന്നും യോഗ്യരല്ല. ആ ഹദറത്തിനെ സംബന്ധിച്ചിടത്തോളം, ആ അത്യുന്നതമായ സ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം പോലും അദബ് പാലിച്ചു നിൽക്കാൻ കഴിയുന്നവരല്ല നമ്മൾ. അങ്ങനെയുള്ള നമ്മളിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും പറ്റിപ്പോയാൽ നല്ലവനായി നിനക്ക് വേണ്ടി, നിനക്ക് ശഫാഅത്തിനായി നീ നന്നാവണമെന്നുദ്ദേശിച്ച് നീ വിജയിക്കണമെന്നും നിനക്ക് മോചനം കിട്ടണമെന്നുമുള്ള നല്ല മനസ്ഥിതിയിലായിരിക്കും എപ്പോഴും ഞാൻ ഉണ്ടാവുക. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. ആ വരികളുടെ സൗന്ദര്യത്തെക്കുറിച്ച് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. ഒരു മുരീദിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു കനിവിന്റെ വചനമാണത്. കടുകടുപ്പപ്പെട്ട വാക്കുകളുണ്ട്, അതേപോലെ ഇതേ പറഞ്ഞ കൃപയുടെയും കനിവിൻ്റെയുമായിട്ടുള്ള വാക്കുകളും ഉണ്ട്. എൻ്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലുകിൽ അപ്പോളെ കൊല്ലുന്ന നെഞ്ഞ് ഞാൻ എന്നോവർ. അവരുടെ ദീനെയും ശേഷം ദുനിയാവേയും ആഖിറം തന്നെയും പോക്കും മതെന്നോവർ. വളരെ ഗൗരവപ്പെട്ട വചനാണത്. എൻ്റെ വചനത്തെ ഒരു ഗുരുമുറബിയായ ഒരു ഷെയ്ഖ് പറഞ്ഞ ഒരു വാക്ക്, അത് ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞ് കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയാനുള്ള വാക്കാണ് എന്ന് നിസാരപ്പെടുത്തിയാൽ, അത് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞാൽ, എങ്ങനെ പറഞ്ഞാലും അതിന് ഒരു വില കൊടുക്കാതെ നിന്നാൽ എന്നർത്ഥം. എൻ്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലുകിൽ, പൊയ്യെന്ന് ചൊല്ലുക എന്ന് പറഞ്ഞാൽ കളവാണോ എന്ന് പറയാം. പറഞ്ഞത് ശരിയായില്ല.
അത് സത്യത്തോട് യോജിച്ചതല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞ എൻ്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലുകിൽ അപ്പോളെ കൊല്ലുന്ന നെഞ്ഞ് ഞാനെന്നോവർ. അവിടെ ആ കാര്യം വളരെ ഗൗരവമാണ്. വചനത്തെ പൊയ്യെന്ന് ചൊല്ലുകിൽ അത് വിഷമായി അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നശിക്കാനുള്ള ഒരു കാരണമായി അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവിടെ ഒതുങ്ങണില്ല അത്. അവരുടെ ദീനെയും ശേഷം ദുനിയാവേയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ. അവരുടെ ദീന് പോയി, ദുനിയാവ് പോയി, ആഖിറവും പോയി, വട്ടപൂജ്യമാവും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഈ പറഞ്ഞ ഇളവിന്റെ വളരെ സുന്ദരമായ ഒരു വചനത്തെ നമ്മൾ കണ്ടു. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. അത് നല്ല ഇളവിൻ്റെയും കൃപയുടെയും സൗന്ദര്യത്തിന്റെ വരികളാണ്. ഇവിടെ വന്നപ്പോ ഗൗരവത്തിന്റെ വരികളാണ്. എൻ്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലുകിൽ അപ്പോളെ കൊല്ലുന്ന നെഞ്ഞ് ഞാനെന്നോവർ. അവരുടെ ദീനെയും ശേഷം ദുനിയാവേയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ. അപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് നമ്മളെ ശൈഖ് തങ്ങളെ നമ്മളെ ഹൃദയത്തിൽ സ്ഥാപിച്ചു കൊണ്ട് നടക്കുമ്പോൾ ആ വരികളുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത്രക്കും ഗഹനമായ അർത്ഥങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ പറ്റും. അപ്പൊ ആ വരികളെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ ശൈഖിലേക്കാണ് ആ വസ്ഫുകളെ ചേർത്തി കൊടുക്കേണ്ടത്. അമീറന്മാരുടെ എണ്ണവും വണ്ണവും അറിഞ്ഞാലറിയാമേ സുൽത്താൻമാർ പോരീഷ. ആ വണ്ണം നോക്കുവീൻ ശൈഖന്മാർ പോരീഷ. അപ്പള്ളറിയാമേ മുഹിയുദ്ദീൻ പോരീഷ. ഒരു രാജാവിന്റെ പദവിയെ കുറിച്ച്, അയാളുടെ സാമ്രാജ്യം എത്ര ഉയർന്നതാണെന്ന് അറിയണമെങ്കിൽ അയാളുടെ കീഴിലുള്ള അമീറന്മാര് ഭരിക്കുന്ന സംസ്ഥാനങ്ങള് അല്ലെങ്കിൽ രാജ്യങ്ങൾ എത്രയുണ്ട് എന്ന് നോക്കിയാൽ മതി. അയാളുടെ കീഴിൽ, ആ സുൽത്താന്റെ കീഴിൽ ഒരുപാട് അമീറന്മാര് പല രാജ്യങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഭൂവിസ്തൃതി, ഭരണ വിസ്തൃതി എത്രയായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ അളവില് ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഉപ്പാപ്പാന്റെ വഴിയിൽ വന്ന മശായിഖന്മാരുടെ എണ്ണവും വണ്ണവും അവരുടെ അത്യുന്നതമായ ദറജകള്, ത്വരീഖത്തിലൂടെ കടന്നു വന്ന മശായിഖന്മാരുടെ അത്യുന്നതമായ പദവി, ആ പദവി അലങ്കരിച്ചുകൊണ്ട് കുത്തുബിന്റെയും ഗൗസിന്റെയും പദവി അലങ്കരിച്ചു കൊണ്ടുവന്ന മശായിഖന്മാര് ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ ഖാദിരിയ ത്വരീഖത്തിന്റെ വഴിയിൽ കടന്നുപോയിട്ടുണ്ട്, ഇന്നുമുണ്ട്. അങ്ങനെ മനസ്സിലാക്കുമ്പോ ആ വഴിയിൽ വന്ന ഒരു ഗൗസായ ഒരു ശൈഖ് മുറബിക്ക് ഇത്രയേറെ പദവിയുണ്ടെങ്കിൽ മഹാനരായ ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി സുൽത്താനുൽ ഔലിയാക്ക് എത്ര വലിയ സ്ഥാനമുണ്ടായിരിക്കും. അമീറന്മാരുടെ എണ്ണവും വണ്ണവും നോക്കി സുൽത്താനെ വിലയിരുത്താമെങ്കിൽ
മഹാനരായ ഗൗസുൽ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുപ്പാപ്പാനെ വിലയിരുത്താൻ ആ വഴിയിൽ വന്ന റബ്ബിയായ മശായിഖന്മാര്, ആ മശായിഖന്മാരുടെ എണ്ണവും വണ്ണവും നോക്കിയാൽ മതി. അതുകൊണ്ടാണ് പല മശായിഖന്മാരും പറയുന്നത്, എൻ്റെ ജീവചരിത്രം മുഹിയുദ്ദീൻ മാല തന്നെയാണ്. മുഹിയുദ്ദീൻ മാലയല്ലാതെ അതിൽ നിന്ന് അളവ് വ്യതിചലിച്ച ഒരു ജീവിതം എനിക്കില്ല. അപ്പൊ ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഷെയ്ഖിനെ അന്വേഷിക്കേണ്ടത് വിശുദ്ധമായ മുഹിയുദ്ദീൻ മാലയുടെ വരികളിലൂടെയാണ്. വിശുദ്ധമായ മുഹിയുദ്ദീൻ മാലയുടെ വരികളിലുള്ള ഓരോ വസ്ഫുകളും തന്റെ ഷെയ്ഖിലേക്ക് ചാർത്തിക്കൊടുക്കാൻ അവന് ബോധം ഉണർന്നിട്ടുണ്ടോ, അവന്റെ അറിവുണർന്നിട്ടുണ്ടോ എങ്കിൽ അവൻ യഥാർത്ഥ മുരീദാണ്. അല്ല എങ്കിൽ അവനേതോ ചരിത്ര പുസ്തകം വായിക്കുന്നത് പോലെയുള്ള ഒരു വായന മാത്രമേ മുഹിയുദ്ദീൻ മാലയെ അവന് വായിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ.